അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. വിശുദ്ധമായ ദുൽഖഅദ മാസം 28-ാം രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 28-ാം പകൽ, അതായത് ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ തിങ്കളാഴ്ച പകലാണ്, അവസാനത്തെ തിങ്കളാഴ്ച പകലാണ്. അപ്പോൾ ദുൽഖഅദ മാസം ഇന്ന് 28-ാം രാവാണ്. പലരും ചോദിച്ചു, നമ്മളത് ക്ലിയർ ആക്കിയതാണ് നമ്മുടെ വീഡിയോയിലൊക്കെ. ഉസ്താദേ, എന്നാണ് ദുൽഹിജ്ജ മാസം തുടങ്ങുന്നത്? ദുൽഹിജ്ജ 1 എന്നാണ്. ഇന്ന് ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ 28-ാം രാവിലേക്ക് കടന്നു. നാളെ തിങ്കളാഴ്ച 28-ാമത്തെ പകലാണ്. നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ 29-ാം രാവിലേക്ക് കടക്കുന്നു. മറ്റന്നാൾ ചൊവ്വാഴ്ച നമ്മൾ 29-ാമത്തെ പകലിലാണ്. അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ ബുധനാഴ്ച ദുൽഹിജ്ജ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ചയാണ് നമുക്ക് ബലിപ്പെരുന്നാൾ വരിക. ബലിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10-നാണെന്ന് അറിയാലോ. പിന്നെ ഇനി ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ബുധനാഴ്ച ദുൽഖഅദ മാസം 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയായിരിക്കും ദുൽഹിജ്ജ 1. അങ്ങനെയാണെങ്കിൽ ദുൽഹിജ്ജ 10-ാമത്തെ ദിവസം ഒരു ശനിയാഴ്ചയായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഈ വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദുൽഹിജ്ജ 1 തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ബലിപെരുന്നാൾ ഒരു വെള്ളിയാഴ്ചയോ ഒരു ശനിയാഴ്ചയോ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി അറിയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജ വരുന്നു, ദുൽഖഅദ വിട പറയുന്നു. റബ്ബേ സ്വീകരിക്കണേ അല്ലാ, അമലുകൾ കബൂലാക്കണേ അല്ലാ, ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുൽഖഅദ ആക്കല്ലേ അല്ലാ. അടുത്ത വർഷം ഞങ്ങൾക്ക് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും ഒക്കെ സ്വീകരിക്കാനും ഒരുപാട് അമലുകൾ ചെയ്യാനും തൗഫീഖ് തരണേ അല്ലാ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കടന്നാലോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ആദ്യമായി നമുക്കൊരു സ്വലാത്ത് ചൊല്ലിയാലോ? ഒരു സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലേ, സ്വലാത്തുൽ ഫാത്തിമി എന്നറിയപ്പെടുന്ന ആ ഒരു പുണ്യമായ ഒരു അരവരിയേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആ വീര്യം ഒരുപാടാണ്. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി,
اللهم صل على النور وأهله 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 اللهم صل على النور وأهله. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാനുള്ള ഓർമ്മശക്തി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് 15 സ്ഥലങ്ങൾ, ആ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. ആ 15 സ്ഥലവും എവിടെയാണ്? പരിശുദ്ധമായ മക്കയിലാണ്. അപ്പോൾ ആ മക്കയിലേക്കാണ് നമ്മുടെ ഹാജിമാർ പോയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ സ്വീകരിക്കണേ എന്ന് നമ്മളിവിടെ വെച്ച് ദ്വാരക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. എങ്ങനെയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്? ആ ഹാജിമാർക്ക് വേണ്ടിയുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ചു വട്ടം പറയാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു اجعل حج حجاجنا حجا مقبولا. അല്ലാഹുവേ, ഹാജിമാർ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരുടെ ഹജ്ജ് നീ മഖ്ബൂലായി സ്വീകരിക്കണേ അല്ലാഹ്. വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ. ആ ഉംറ ചെയ്യുന്ന ഹാജിമാർ അവരുടെ ഉംറയെ നീ മബ്റൂറായി ഗുണമുള്ളതായി നീ സ്വീകരിക്കണേ അല്ലാഹ്. വസഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുവേ, നീ സഈ ചെയ്യുന്ന ഹാജിമാർ, അല്ലേ, സഈ അത് ഉംറയിൽ അതുപോലെ ഹജ്ജിൽ പെട്ടൊരു അമലാണ്. ആ സഈനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, നന്ദിയുള്ളതായി കബൂലാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഹാജിമാർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. നമുക്കൊന്ന് ദ്വാരന്നാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വ സഅയ സഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة
ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും പുണ്യമുള്ള യാത്ര അത് ഹജ്ജിൻ്റെ യാത്രയാണ്. കാരണം ഹജ്ജിൻ്റെ യാത്രയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജിനായിട്ട് പോകുന്നു. 2, ആ യാത്രയിൽ തന്നെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റുന്നു. 3-മത്തേത് ഹജ്ജിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് മദീന സിയാറത്ത് കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ 3 മഹത്തായ വലിയ അമലുകൾ ചെയ്യാൻ പറ്റുന്ന യാത്രയാണ് ഓരോ ഹാജിയും ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്കും ആ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആ പരിശുദ്ധമായ കഅബ കാണാനും ആ കഅബയെ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമുക്ക് മദീന റൗള ഷരീഫ് കാണാനും അവിടെ ചെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാനും റബ്ബ് തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? ഇൻഷാ അല്ലാഹ് എങ്ങനെയാ ദ്വാരക്കേണ്ടത്? اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. ഇതാണ് അല്ലാഹു വർസുഖുന ഹജ്ജ ബൈത്തിക്കൽ ഹറം. അല്ലാഹുവേ, പുണ്യമായ ആ മക്കയിൽ ചെന്ന് ഹറമിൽ ചെന്ന് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ തൗഫീക്ക് തരണേ അല്ലാ. അതുമാത്രം പോരാ, ഞങ്ങൾക്ക് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്കും തരണേ അല്ലാ. ഇത് വല്ലാത്തൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ ആ ദുആ. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. ഏകദേശം 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരൻ, നമുക്ക് പരിചയമുള്ള നമ്മുടെ മഹല്ലിൽപ്പെട്ടൊരു സഹോദരനാണ്. അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി പോയി മദീനയിൽ ചെന്ന് അവിടെ അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് മദീനയിൽ വെച്ച് അവർ ബുറുദ ചൊല്ലുകയാണ്. ബുറുദ ഇല്ലല്ലോ, മൗലായ സല്ലി വസാലിം ദായിമൻ അബദ എന്നൊക്കെ പറഞ്ഞ ജവാബുള്ള ബുറുദ ബൈത്ത്, അമിൻ തദക്കുരിജി റാനിം ബിദി സലമി എന്ന് തുടങ്ങുന്ന ബുറുദ ബൈത്ത് പാടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തും അവിടെ വെച്ച് എല്ലാവരും ഒന്നിച്ച് ചൊല്ലുമ്പോൾ അത് കേൾക്കാൻ നല്ലൊരു ഇൻപമായിരുന്നു.
നല്ല രസമാണത് കേൾക്കാൻ. രസം മാത്രമല്ല, ആ സ്വലാത്ത് അത്രമാത്തൊരു മനോഹരമായ ഒരു സ്വലാത്താണ്. നമ്മളൊക്കെ ബദർ മൗലൂദിൽ ആ 4 വരി ബൈത്ത്, അതൊരു ബൈത്താണ്, അതൊരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഇബ്രാഹിം നബിയുടെ സ്മരണയാണ് ഹജ്ജിൻ്റെ അക്കർമ്മങ്ങൾ, അല്ലേ? ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വിശുദ്ധമായ കഅബ, സൊഫ, മറുവ, അതുപോലെ തന്നെ സംസം, അതുപോലെ തന്നെ ജംറകളിൽ കല്ലെറിയുക, മിന, ഇതൊക്കെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരു സുന്ദരമായ അമലുകളാണ്. അപ്പോൾ ഇബ്രാഹിം നബിയെ സ്മരിക്കുന്ന പവിത്രമായ മാസം, ആ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കുറച്ച് ദിക്റുകൾ, അതുപോലെ തന്നെ കുറച്ച് തസ്ബീഹുകളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് പറയണം. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ടു. ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്. എന്തെന്നറിയോ? നമുക്കൊന്ന് പറഞ്ഞാലോ? ഏത് പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നാലും ഇബ്രാഹിം നബിയെപ്പോലെ ഈമാനുള്ളവരായി നമ്മൾ മാറാൻ ഈ ദിക്ർ നമുക്ക് പര്യാപ്തമാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞു പറഞ്ഞോ എല്ലാ പ്രശ്നങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല മാറ്റി തരണം.
ആ ഒരു രൂപത്തിലാവണം നമ്മുടെ ഈ ദിക്റിന്റെ പറച്ചിൽ. നല്ല ഇഖ്ലാസോട് കൂടി പറഞ്ഞോ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ തന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ ഓതിയതിൽ ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് അബദ്ധങ്ങളുണ്ട് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്യണേ അല്ലാ ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ഒരുപാട് തെറ്റുകൾ ഒരുപാട് പാപങ്ങൾ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട് നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ ഭാര്യ സന്താനങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ് അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ടവർ ബന്ധുമിത്രാദികൾ അല്ലാഹുവേ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ അല്ലാഹു ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ ആൺമക്കള് അല്ലാഹു അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ അവരുടെ കച്ചവടം ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ അവരുടെ തൊഴിൽ അല്ലാഹു എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ സഹോദരിമാര് എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ് അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ സദസ്സ് കാണുന്ന ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഈ ദിക്റിന്റെ മജ്ലിസിൽ അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആ അരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയത്തുകൾ എഴുതാറുണ്ട് റബ്ബേ നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട് കോടിക്കണക്കിന് രൂപ കടമാണ് ലക്ഷക്കണക്കിന് രൂപ കടമാണ് ഉസ്താദ് ദുആ അരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അല്ലാഹു അവരുടെ കടങ്ങൾ ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ അല്ലാഹുവേ അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട് പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ ഇന്നത്തെ കാലം മോശമാണ് കാലഘട്ടം മോശമാണ് എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ വിശുദ്ധമായ പവിത്രമായ ദുൽഖഅദ മാസം ഞങ്ങളോട് വിട പറഞ്ഞ് വിശുദ്ധമായ പവിത്ര
പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസം കടന്നു വരികയാണ്. അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് വിട പറഞ്ഞു പോകുന്ന ദുൽഖഅദ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തു റസൂലിന് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞവരാണ്. എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, വരുന്ന ദുൽഹിജ്ജ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അല്ലാഹുവേ പുണ്യമായ ആ മാസത്തിലെ ആ ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളിൽ ഒരുപാട് നിനക്കിഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രതിനിധികളായി അല്ലാഹുവേ നിന്റെ അതിഥികളായി ആ ഹജ്ജിന് വേണ്ടി കടന്നു വന്ന അല്ലാഹുവേ കടന്നുപോയ ഹാജിമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊരു പ്രശ്നവും പ്രയാസവും കൊടുക്കല്ലേ അല്ലാ. ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് നീ സ്വീകരിക്കണേ അല്ലാ, ഉംറ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നീ വരുന്ന വർഷങ്ങളിൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസം അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. വിട പറയുന്ന ദുൽഖഅദ മാസം അല്ലാഹുവേ ഇത് അവസാനത്തെ ദുൽഖഅദാക്കല്ലേ അല്ലാ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ദുൽഹിജ്ജ, ദുൽഖഅദ അതുപോലെ മുഹറം മാസത്തേക്ക് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ വർഷം ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അൽഹംദുലില്ലാ റബ്ബേ നിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേര് ഉദ്ഹിയ്യത്ത് അറുക്കാൻ നിയ്യത്താക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് അറുക്കുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, പലരും പറയുകയാണ് ഉസ്താദേ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, അടുത്ത വർഷം അറുക്കണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാ. ഈ വർഷം ഉദ്ഹിയ്യത്ത് അറുക്കുന്നവരുടെ ഉദ്ഹിയ്യത്ത് നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അതിന് അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ, പടച്ചവനെ, നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.